ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സെൻകുമാറിനെ ഇന്ന് നമുക്ക് നന്നായി അറിയാം. സംഘപരിവാരുകാരുടെ നേതാവായി മാറിയ സെൻകുമാർ ഇപ്പോൾ കടന്നു ചെല്ലുന്ന വേദികളിലൊക്കെ വിഡ്ഢിത്തങ്ങൾ വിളുമ്പുകയാണ്, അല്ലെങ്കിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ വിളിച്ചോതുകയാണ്. ഈ നുണകളെയും ഈ വിഡ്ഢിത്തങ്ങളെയും ഒക്കെ പൊതുസമൂഹം ട്രോളിലൂടെ വരവേറ്റുകൊണ്ടിരിക്കുമ്പോൾ ടി.പി. സെൻകുമാർ ഒരു കാര്യം തിരിച്ചറിയുക: ഇത് ഒരാളുടെ ശാപമാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു പോലീസുകാരൻ്റെ ശാപമാണ് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വ്യക്തമായി പറയാം. അതായത് RSSന്റെ നേതൃത്വത്തിൽ ABVP പ്രവർത്തകർ MG കോളേജിൽ താണ്ഡവമാടിയിരുന്ന സമയം ക്ലാസ് റൂമുകളിൽ പോലും ബോംബുകളും വടിവാളുകളും ശേഖരിച്ച് പോലീസുകാരെയും എതിർക്കുന്ന വിദ്യാർത്ഥികളെയും നേരിടാൻ വേണ്ടി തയ്യാറായിരുന്ന ABVP പ്രവർത്തകർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്രമണാന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ ആക്രമണാന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസ് അവിടെ എത്തി ABVP പ്രവർത്തകരെ നേരിട്ടപ്പോൾ ABVPയിലെ ചില പ്രവർത്തകർ ബോംബെറിഞ്ഞ് പോലീസുകാരെ ഭയപ്പെടുത്തുകയുണ്ടായി. ഈ ബോംബെറിയലിൽ ഒരു CIക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ പോലീസുകാർ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് അന്ന് IG ആയിരുന്ന ടി.പി. സെൻകുമാർ MG കോളേജിലെത്തുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. MG കോളേജിലെത്തി ബിജു എന്ന ഒരു പോലീസുകാരന്റെ കോളറിൽ പിടിച്ച് നിനക്കാരാടോ ഇവിടെ വരാനുള്ള അനുവാദം നൽകിയത്, ഞാൻ പറഞ്ഞോ ഇവരെ അടിച്ചോടിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തൊപ്പിയും നെയിം കാർഡും വലിച്ചെറിഞ്ഞ് നിങ്ങളെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ കാണിച്ച ഒരു ടി.പി. സെൻകുമാറിനെ നമുക്ക് മറക്കാനാവില്ല. പക്ഷേ പിന്നീട് ആ കാര്യത്തിന്റെ വ്യക്തത അറിഞ്ഞപ്പോൾ ചിലരുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമായിരുന്നു സെൻകുമാറിനെ അവിടെ അന്ന് എത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അന്നത്തെ അവിടുത്തെ പോലീസ് റെയ്ഡിന് ശേഷം കോളേജിനകത്ത്, ക്യാമ്പസിനകത്ത് ബോംബുകളും വടിവാളുകളും കണ്ടെത്തിയിരുന്നു. ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരവും അന്ന് പോലീസ് നേതൃത്വം നൽകിയില്ല എന്ന വാസ്തവം തിരിച്ചറിയേണ്ടതാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് സെൻകുമാർ എന്ന ബിജു എന്ന പോലീസുകാരനെ ആക്രമിച്ചത്, അല്ലെങ്കിൽ അയാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് നാണം കെടുത്തി തന്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനാണെന്ന് പോലും നോക്കാതെ വലിച്ചെറിഞ്ഞ് അയാളെ നാണം കെടുത്തി അയച്ചത് എന്തിനെന്നുള്ളതിന്റെ കാര്യം പിന്നീട് വ്യക്തമായി. സംഘപരിവാറിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ടി.പി. സെൻകുമാർ അവിടെ എത്തി എന്നുള്ളതാണ് പോലീസുകാർക്കിടയിൽ നിന്ന് തന്നെ വന്ന വാർത്തകളും റിപ്പോർട്ടുകളും അന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പിന്നീട് ബിജു എന്ന പോലീസുകാരൻ സസ്പെൻഷനിലാവുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താനുള്ള അവകാശം ഉണ്ടായിട്ട് പോലും IG-ക്കെതിരെ ഒരു പോരാട്ടം നടത്തിയാൽ അത് ഏതുവരെ മുന്നോട്ട് പോകുമെന്നുള്ള കൃത്യമായിട്ടുള്ള വസ്തുത മനസ്സിലാക്കിയ അദ്ദേഹം ഒന്നും ചെയ്യാതെ അദ്ദേഹം പിന്നീട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി മാറുകയായിരുന്നു. അന്ന് ഈ ക്രൂരകൃത്യം ചെയ്ത ടി.പി. സെൻകുമാറിന്റെ സംഘിമുഖം അന്ന് പലരും മറച്ചു വെച്ചു എന്നുള്ളതാണ്. അന്ന് പലരും ടി.പി. സെൻകുമാറിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. ഇന്ന് നമുക്ക് വ്യക്തമാണ് ആരായിരുന്നു ടി.പി. സെൻകുമാർ എന്നുള്ളത്. ഇന്ന് കേരളത്തിന്റെ ഒരു DGP ആയിരുന്നിട്ട് പോലും നമുക്ക് അയാളോട് ഒരു ചെറിയ ബഹുമാനം പോലും തോന്നുന്നില്ലെങ്കിൽ അയാളുടെ ചില തീരുമാനങ്ങൾ തന്നെയായിരുന്നു നമ്മളെ അയാളെ വെറുപ്പിക്കാനുള്ള കാരണവും. ഇന്ന് വ്യക്തമായി പറയുന്നു, ഇന്നിങ്ങനെ മണ്ടത്തരങ്ങൾ വായിൽ നിന്നും വന്ന് പറഞ്ഞ് ഒരു IPS കാരനാണോ എന്ന് പോലും പൊതുസമൂഹം പരിശോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ബിജു എന്ന പോലീസുകാരന്റെ ശാപമാണ് ടി.പി. സെൻകുമാറെ നിങ്ങളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ആ ശാപം ഒരിക്കലും നിങ്ങളിൽ നിന്നും വിട്ടു പോവുകയുമില്ല. ആ ശാപം നിങ്ങളെ വേട്ടയാടി നിങ്ങളെ ഏത് രീതിയിൽ എത്തിക്കുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായി ഇനിയുള്ള ജീവിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.